അജിത് കുമാറിന്റെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കണ്ട് പലരും പറഞ്ഞൊരു കാര്യമാണ് തന്റെ അത്രയും തന്നെ സെയിം ഏജ് കാറ്റഗറിയിലുള്ള മറ്റുള്ള ആക്ടേഴ്സിനേക്കാൾ അജിത് കുമാറിന് ഒരുപാട് പ്രായം പറയുന്നു എന്നത്. നമുക്ക് കിട്ടിയ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റീസൺ എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനുണ്ടായ ആക്സിഡന്റ്, രണ്ടാമത്തേത് റോങ് വെയിറ്റ് ലോസ് സ്ട്രാറ്റജി. അതിന് നമുക്ക് അദ്ദേഹത്തിന്റെ ജെനറ്റിക്സും അതുപോലെ ട്രാൻസ്ഫോർമേഷനും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 1991 അദ്ദേഹം ആദ്യമായി സിനിമയിൽ വന്നപ്പോൾ നമുക്ക് കാണാം അദ്ദേഹം ലീൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഡീസന്റ് ആയിട്ടുള്ള ഒരു ജെനറ്റിക്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ലുക്ക് അദ്ദേഹം ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവന്നു. അങ്ങനെ 2001 10 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പീക്ക് ലുക്ക് ഇല്ലെങ്കിൽ പീക്ക് ജെനറ്റിക്കൽ ലുക്കിലേക്ക് അദ്ദേഹം എത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹം ഓവർ വെയിറ്റ് ആയി തുടങ്ങി. 2006 അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ഞാൻ കാണുന്നത്. എന്നാൽ ആ ട്രാൻസ്ഫോർമേഷൻ റോങ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് അദ്ദേഹം എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുഡിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വർക്കൗട്ടിൽ ഒത്തിരി ഫോക്കസ് ചെയ്യാതെയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് കൊണ്ടുണ്ടായ ഇഞ്ചുറികൾ കൊണ്ടാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഫുഡ് മാത്രം കുറച്ചതും ആകാം. എന്തായാലും അത്യാവശ്യം മസിൽ മാസ് അല്ലെങ്കിൽ ലീൻ ടിഷ്യൂസ് അദ്ദേഹം ഈ ഒരു രീതിയിൽ വണ്ണം കുറച്ചതുകൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് അധികം നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ റീസൺ അദ്ദേഹത്തിന്റെ മസിൽ മാസ് ഒത്തിരി കുറഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെറ്റബോളിസം ഒത്തിരി കുറഞ്ഞു കാണും. വീണ്ടും ഫുഡ് കഴിച്ചപ്പോൾ വീണ്ടും വണ്ണം വെച്ച് കാണും. അങ്ങനെ അദ്ദേഹം വീണ്ടും നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചു. നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഫാറ്റ് കയറി. പിന്നീട് 2017 അദ്ദേഹം ശരിക്കുള്ള നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ബിക്കോസ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മസിൽ മാസ് ഗെയിൻ ചെയ്യാൻ പറ്റി. അതേ സെയിം സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഫാറ്റ് പെർസെന്റേജ് കുറച്ച് കൊണ്ടുവരാനും പറ്റി. എന്നാൽ പിന്നെയും അദ്ദേഹത്തിന് ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചു. 2022 അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം ലുക്കിലേക്ക് വരെ അദ്ദേഹം എത്തി. പിന്നീട് നമ്മൾ കാണുന്നത് 2025 അദ്ദേഹത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷേ ഈ സമയം അദ്ദേഹം ഒരുപാട് വെയിറ്റ് കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മസിൽ മാസ് നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രായവും പറയുന്നത്. ഈ തവണ അദ്ദേഹം വെയിറ്റ് ലോസിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ട്രാറ്റജി തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ അദ്ദേഹം ഫുഡ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തത്. വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും മസിൽ മാസ് കുറയില്ല. ഇനി വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ലഭ്യമായ അറിവ് വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി അദ്ദേഹത്തിന് പഴയ ലുക്കിലേക്ക് വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 1 ഇയർ എങ്കിലും നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നോക്കുക. അത് കീറ്റോ ഡയറ്റോ വീഗൻ ഡയറ്റോ അല്ല, പ്രോപ്പർ ന്യൂട്രീഷൻ ഉള്ള നല്ല ഡയറ്റ്. എങ്കിൽ മാത്രമേ ഒരു നല്ല ലുക്കിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റൂ. സോ കൺക്ലൂഷൻ ഇതാണ്, ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് എടുത്താൽ ലോങ് റണ്ണിൽ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ആ ഷോർട്ട് കട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. സീ യു നെക്സ്റ്റ് വീഡിയോ.